തൊടിയിൽ ചക്കയും മാങ്ങയൊക്കെ പഴുത്ത് മഴക്കാലമായതിൻ്റെ ശേഷം വീടിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടോ ഈച്ചകൾ. മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാവും ഇത്തരത്തിൽ ഈച്ചകളും കൊതുകുകളൊക്കെ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഈച്ചകൾ ഒരു പരിധിയിൽ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കി, ഒന്നും ഫലപ്രദമായില്ല. അവസാനം ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. വളക്കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് 30 രൂപയാണ് കേട്ടോ ഈ ഒരു കാർഡിന് വില. അപ്പോൾ അതിലെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് പലർക്കും ഉപകാരപ്രദമാവും. പിന്നെ പലർക്കും ഇത് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറന്നാൽ ഇതിൻ്റെ അകത്ത് പശയുണ്ട് കേട്ടോ. ഈ ഒരു കാർഡിന് 30 രൂപയാണ്. ഇതിങ്ങനെ തുറന്നാൽ ഇതിൻ്റെ അകത്തൊരു പശയുണ്ട്. ഈ പശയിലാണ് ഈച്ച ഒട്ടിപ്പിടിക്കുമെന്ന് പറയണത്. ഞാനിത് ഫസ്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കാർഡ് തുറന്ന ഉടനെ തന്നെ അതിലൊരു ഈച്ച വന്നിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ തുറന്ന് വെച്ച് അപ്പം തന്നെ ഒരു ഈച്ച വന്നിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഈച്ചയുടെ കാലുകളും ഒക്കെ ഇതിൽ ഒട്ടിയിട്ട് ഈച്ചയ്ക്ക് പറക്കാൻ പറ്റാതെ കുറേ നേരം ഇങ്ങനെ പെടഞ്ഞിട്ട് പിന്നെ അത് ചത്തു പോവുകയാണ് ചെയ്തത്. പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തതും വന്ന് അങ്ങനെ ഞാൻ വെച്ചതിൻ്റെ ശേഷം ഒരുപാട് ഈച്ചകൾ പെട്ടെന്ന് തന്നെ വന്നിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു പ്രശ്നം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് തന്നെ വേറെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാൻ വയ്യ കേട്ടോ. വളക്കടയിൽ ചെന്നപ്പോൾ തന്നെ അവർ ഈച്ചനാശിനികളൊക്കെയാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട്, കുട്ടികളുള്ള വീട്ടിൽ അതൊക്കെ വെച്ചാൽ പിന്നെ പലതരം അപകടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ 5 മിനിറ്റിൽ വന്നിട്ടുള്ള ഈച്ചകളാണ് കേട്ടോ. അത്ര ഭയങ്കരമായിട്ട് ഈച്ചകൾ വീട്ടിലില്ല, എന്നാലും ഈച്ചകളുണ്ട് കേട്ടോ. ഇത്രയും തോന ഈച്ചകൾ നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഭീകരൻ കേട്ടോ. ഈ ഭീകരനെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കൊല്ലാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ഇങ്ങനെ നിന്നതാണ്. ഏതായാലും രക്ഷപ്പെട്ടു. ആ ഭീകരനും കൂടി ഈച്ചനെ തിന്നാൻ വന്നിട്ട് ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം, അതിൽ പല്ലിയും പെടും കേട്ടോ. എല്ലാ തരം സംഭവങ്ങളും നമുക്കിതിൽ പിടിക്കാൻ പറ്റും. കൊതുകിനെ ആയാലും പിന്നെ നമ്മളെ വേറൊരു ചെറിയൊരു പ്രാണി ഉണ്ടാവുമല്ലോ കിച്ചണിൽ, അതിനെ ആയാലും പല്ലീനായാലും ഒക്കെ പിടിക്കാൻ ഈ ഒരു കാർഡ് നല്ലതാട്ടോ. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി. ഞാനത് പിറ്റേ ദിവസം വെച്ചതാണ് ഈ ഒരു പല്ലി വന്നത് കേട്ടോ. ഫസ്റ്റ് ദിവസം എനിക്ക് തോന്നുന്നു ഇത് 1 വീക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ദിവസം അത് ഫുള്ളായതുകൊണ്ട് രണ്ടാമത്തെ ദിവസം പുതിയ കാർഡ് എടുക്കാണ് ഉണ്ടായത്. അതിലാണ് ഈ ഒരു പല്ലിയും കൂടി കുടുങ്ങിയിട്ടുള്ളത്. പല്ലി ഈച്ചേനെ തിന്നാൻ വന്നിട്ട് പെട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇത് കുറേ നേരം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെച്ച് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ചുറ്റുപാടുള്ള ഈച്ചകൾ അതിൽ വന്നിട്ട് ഇരിക്കുകയും ചാവുകയും ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിലെന്തെങ്കിലും അവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വളക്കടയിലൊക്കെ ഈ ഒരു സംഭവം ലഭ്യമായിരിക്കും. ആമസോൺ പോലെയുള്ള സൈറ്റുകളിലൊക്കെ ഈ ഒരു സംഭവം ലഭ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ.